മക്കളെ, എയിംസിൻ്റെ അലൈഡ് കോഴ്സസ് അഥവാ നമ്മൾ സാധാരണ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്ന കോഴ്സുകളുടെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം, അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ പറയാം, എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് പറയുക. എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് എടുക്കുക, അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഉണ്ടാവുക, മൂന്നാമത്തേത് എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിലാദ്യം അഡ്മിറ്റ് കാർഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന്. അതിൽ aims.exams.ac. എന്നുള്ള സൈറ്റാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം, അക്കാഡമിക് കോഴ്സസ്. ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഈ അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൻ്റെ ഏറ്റവും താഴെ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ എന്നുള്ള ആ ലിങ്കിൽ വരും. അവിടെ വ്യൂ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ടു അപ്ലൈ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കണം, ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം പേജിലേക്ക് വരും. ഇവിടെ നിങ്ങളുടെ പേരും ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ IDയും ഉണ്ടാവും, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്നും ഡീറ്റെയിലും ഒക്കെ ഉണ്ടാവും. ഇത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. ഇത് താഴേക്ക് വരുമ്പോൾ ഇവിടെ സമ്മറി ഉണ്ടാവും, റേസ് ക്വയറി ഉണ്ടാവും, ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. ഈ അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും തിരുത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ റേസ് ക്വയറി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ എന്താണ് തെറ്റ് സംഭവിച്ചതെന്നുള്ളത് ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് തന്നെ എക്സാമിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കാണും, ഒരു മെസ്സേജ് ഉണ്ടാവും. നിങ്ങൾ ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഓക്കെ ക്ലിക്ക് ചെയ്താൽ അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ആവും. 2 ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ ഇൻസ്ട്രക്ഷൻസ് വരും, ഇത് ക്ലിക്ക് ചെയ്താൽ അഡ്മിറ്റ് കാർഡും വരും. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇൻസ്ട്രക്ഷൻസ് പറയാം, പിന്നീട് അഡ്മിറ്റ് കാർഡിലേക്ക് വരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് എടുത്തു. ഇൻസ്ട്രക്ഷൻസ് ഇതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആൻഡ് മാൻഡേറ്ററി റിക്വയർഡ് ഫോർ എക്സാം. എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, എലോങ് വിത്ത് വാലിഡ് ID പ്രൂഫ്. നിർബന്ധമായിട്ടും അതിന് കൂടെ ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ഓക്കെ. ഇനി അതേപോലെ പ്രിന്റ് 2 കോപ്പീസ് ഓഫ് ദ അഡ്മിറ്റ് കാർഡ്. ഇതിൻ്റെ 2 പേജ് നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഒരു പേജ് നിങ്ങളുടെ ഫർദർ ആവശ്യങ്ങൾക്ക് സൂക്ഷിക്കുക, ഒരെണ്ണം നിങ്ങൾ എക്സാമിന് കൊണ്ടുപോവുക. എക്സാമിന് കൊണ്ടുപോകുന്നത് അവർ വാങ്ങി വയ്ക്കും, തിരിച്ചു തരില്ല. നിങ്ങൾ അലോട്ട്മെൻറ്റ് പോകുമ്പം ഈ 2ാമത്തെ കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് ഉപയോഗിക്കാം. അതുകൊണ്ട് 2 കോപ്പി എടുക്കുക, 1 സൂക്ഷിച്ചു വയ്ക്കുക. ഇനി ദ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് ഷുഡ് ഹാവ് ഡൊമൈൻ IP. അഡ്മിറ്റ് കാർഡിൻ്റെ മേലെ ഞാൻ അഡ്മിറ്റ് കാർഡിൽ കാണിക്കാം, ഡൊമൈൻ IP അഡ്രസ്സ് ഉണ്ടാവണം, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിൻറ്റിംഗ് ഒക്കെ ഉണ്ടാവണം. ഈ ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിറ്റ് കാർഡിൻ്റെ മേലെ ഉണ്ടെങ്കിലേ അഡ്മിറ്റ് കാർഡ് വാലിഡായി പരിഗണിക്കൂ. ഇനി പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ചെക്ക് ഓൾ ഡീറ്റെയിൽസ് പ്രിൻറ്റഡ് ഓൺ അഡ്മിറ്റ് കാർഡ്. കുട്ടിയുടെ പേരും കാൻഡിഡേറ്റ് IDയും മറ്റ് ഡീറ്റെയിൽസും ഫോട്ടോഗ്രാഫും ഒക്കെ കറക്റ്റാണോ നോക്കുക. എന്തെങ്കിലും അതിൽ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റേസ് ക്വയറി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അഡ്മിറ്റ് കാർഡിൽ ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡിന് തൊട്ട് ലെഫ്റ്റിലായിട്ട് റേസ് ക്വയറി എന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻറ്റിമേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ അറിയിക്കാം. അതേപോലെ നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് ഡിക്ലറേഷനൊക്കെ അഡ്മിറ്റ് കാർഡിൽ ഡിക്ലറേഷനും സൈൻ ചെയ്ത് പ്ലേസും ഡേറ്റും ഒക്കെ സൈൻ ചെയ്യണം. അതൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി ഒരിക്കൽ കൂടി അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഓൺലി ഒറിജിനൽ പ്രിന്റ് ഓഫ് അഡ്മിറ്റ് കാർഡ് ഈസ് വാലിഡ്. ഒറിജിനൽ പ്രിന്റ് മാത്രമേ സമ്മതിക്കൂ. ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത പ്രിന്റുകളോ ഒന്നും സമ്മതിക്കില്ല. പ്രിന്റ് ഷുഡ് ഹാവ് ദ ഡൊമൈൻ IP, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിന്റിംഗ്. ഡേറ്റും ടൈമും IP അഡ്രസ്സും ഒക്കെ ഉണ്ടാവണം. ദെൻ പ്രിന്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഫോട്ടോഗ്രാഫ് വിൽ ബി ക്ലിയർ. ഫോട്ടോഗ്രാഫ് ക്ലിയർ ആയിരിക്കുന്നത്. അപ്പോൾ പ്രിഫറബിളി എന്താണ്, കളർ എന്ന് പറയുന്നുണ്ട്. പ്രിഫറബിളി കളർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ എപ്പോഴും നല്ലത് കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുകയായിരിക്കും. ദെൻ ചെക്ക് ഓൾ ദി ഡീറ്റെയിൽസ് പ്രിൻറ്റഡ് ഓൺ അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിലെ എല്ലാ ഡീറ്റെയിലും ചെക്ക് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ ആ റേസ് ക്വയറി കൊടുക്കുക. ഇനി എക്സാമിന് കൊണ്ടുപോകേണ്ട വാലിഡ് ID പ്രൂഫ് ഏതൊക്കെയാണ്? ഏതെങ്കിലും ഒന്നുകിൽ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ, എല്ലാം ഒറിജിനലായിരിക്കണം. അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ ഒറിജിനൽ പ്രിൻ്റ് ഔട്ട് വിത്ത് ക്ലിയർ ഇമേജ് ഓഫ് ഫേസ്, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ, അല്ലെങ്കിൽ വോട്ടേഴ്സ് IDയുടെ ഒറിജിനൽ, അല്ലെങ്കിൽ EPIGയുടെ ഒറിജിനൽ, സെയിം വോട്ടേഴ്സ് ID അല്ലെങ്കിൽ EPIG. ദെൻ പാൻ കാർഡിൻ്റെ ഒറിജിനൽ വിത്ത് ഫോട്ടോ, ഡ്രൈവേഴ്സ് ലൈസൻസ് അതിൻ്റെ ഒറിജിനൽ, അല്ലെങ്കിൽ 12th ക്ലാസ്സിൻ്റെ നാഷണൽ ലെവലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിൻ്റെ ഹോൾ ടിക്കറ്റ് വിത്ത് ഫോട്ടോഗ്രാഫ്. ഇതെല്ലാം ഒറിജിനൽ ആയിരിക്കണം, വിത്ത് ഫോട്ടോഗ്രാഫും ആയിരിക്കണം. ഒറിജിനൽ ID ആയിരിക്കണം, വിത്ത് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഫോട്ടോ കോപ്പി ഒന്നും സമ്മതിക്കില്ല. ഇതിലേതെങ്കിലും ഒന്ന്. ഏറ്റവും നല്ലത് ഈ ആധാർ കാർഡ് കൊണ്ടുപോകായിരിക്കും. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ ഏത് ID ആണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട് അത് തന്നെ കൊണ്ടുപോകാണ് സേഫ്. ഇനി വീണ്ടും ഓർമ്മിച്ചിട്ടുണ്ട്, ഓൺലി ദോസ് ഐഡൻറ്റിറ്റി പ്രൂഫ്സ് ആർ മെൻഷൻഡ് ആർ അക്സെപ്റ്റബിൾ. മേലെ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുക. ഓൾ ഐഡൻറ്റിറ്റി പ്രൂഫ്സ് ഷുഡ് ബി ഇൻ ഒറിജിനൽ. ഒറിജിനൽ ആയിരിക്കണം.
ഇ ആധാർ ഷുഡ് ബി ആൻ ഒറിജിനൽ ആൻഡ് ക്ലിയർ പ്രിന്റ് ആൻഡ് നോട്ട് എ ഫോട്ടോകോപ്പി ആയിരിക്കരുത്. ഓൾ അതർ IDs ഇൻക്ലൂഡിംഗ് 10th ബോർഡ് അഡ്മിറ്റ് കാർഡ് ആർ നോട്ട് അക്സെപ്റ്റബിൾ. ഇതല്ലാത്ത 10th പോലും അഡ്മിറ്റ് കാർഡ് സമ്മതിക്കില്ല, +2 പറ്റൂ. ഫോട്ടോകോപ്പീസ് ഓഫ് ID ഈവൻ ഇഫ് അറ്റസ്റ്റഡ് ആർ നോട്ട് അക്സെപ്റ്റബിൾ. ഫോട്ടോകോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഒറിജിനൽ തന്നെ വേണം. സ്കാൻഡ് ഫോട്ടോസ് ഓഫ് ID ഇൻ മൊബൈൽ ഫോൺസ് ആർ നോട്ട് അക്സെപ്റ്റബിൾ. അതിൻ്റെ ഒരു സ്കാൻഡ് ഇമേജോ അല്ലെങ്കിൽ ഡിജി ലോക്കറിലെ ഇമേജോ ഒന്നും പറ്റില്ല, ഫോണിൽ കാണിച്ചിട്ട് കാര്യമില്ല, ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം. പ്രോഹിബിറ്റഡ് ഐറ്റംസ് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും ബാൻ ചെയ്തിട്ടുണ്ട്, സമ്മതിക്കില്ല. അതേപോലെ വാച്ച് സമ്മതിക്കില്ല, അതേപോലെ ഓർണമെൻറ്റ് സമ്മതിക്കില്ല. അങ്ങനെ അലങ്കാര ബോഡിയിൽ എസെൻഷ്യൽ അല്ലാത്ത അലങ്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും, ആഭരണങ്ങളും എല്ലാ അലങ്കാരങ്ങളും ഒഴിവാക്കണം. ഈവൻ പെന്ന്, പെൻസില്, പേപ്പർ, ഇതൊന്നും, അതായത് അഡ്മിറ്റ് കാർഡ് അല്ലാത്തതൊന്നും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ പെന്ന് പോലും നിങ്ങളെ പെർമിറ്റ് ചെയ്യില്ല എന്നർത്ഥം. ഷൂസ്, ഫുട്വെയർ വിത്ത് തിക് സോൾ, ഇതൊന്നും പെർമിറ്റ് ചെയ്യില്ല. നോർമൽ ചപ്പൽ ഉപയോഗിച്ചാൽ മതി. ലാർജ് ബട്ടണുള്ള ഡ്രസ്സ് പറ്റില്ല. ഇനി കാലാവസ്ഥയ്ക്ക് നിരക്കാത്ത ഡ്രസ്സുകൾ, അതായത് നല്ല ചൂടുള്ള ദിവസം ജാക്കറ്റ് ഇട്ട് പോകാൻ സമ്മതിക്കില്ല, എന്നാൽ മഴയുള്ള ദിവസം ജാക്കറ്റ് ഇട്ട് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. അതായത് ആ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ ഡ്രസ്സ് മാത്രമേ പെർമിറ്റ് ചെയ്യൂ. ഇനി അതിൽ ഓൾറെഡി പറയുന്നുണ്ട് ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എന്ത് ഡ്രസ്സാണ് ഇപ്പോൾ ഉപയോഗിക്കുക വെച്ചാൽ നിങ്ങൾ നീറ്റ് ഓൾറെഡി എഴുതിയവരൊക്കെയാണ്, JEE എഴുതിയവരാണ്. അപ്പോൾ അതേപോലെ ഒരു സിമ്പിൾ ഡ്രസ്സ് ഉപയോഗിച്ചാൽ മതി. ഒരുപാട് ഡെക്കറേഷൻസ് പാടില്ല, ഒരുപാട് പ്രിന്റുകൾ പാടില്ല, ഒരുപാട് ലെയറുകൾ, ഒരുപാട് പോക്കറ്റുകൾ, അങ്ങനെയൊന്നും വേണ്ട. ഒരു സാധാരണ ഡ്രസ്സ് ഉപയോഗിച്ച് പോകാം. അങ്ങനെ അതിൽ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ഇനി ഒരു പ്രോഹിബിറ്റഡ് ഐറ്റവും എക്സാം സെൻറ്ററിൽ കയറ്റുകയില്ല, സേഫ് കീപ്പിങ്ങിനുള്ള ഫെസിലിറ്റി തരികയില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ആഭരണം കൊണ്ടുപോയാൽ ആഭരണം എക്സാം ഹോളിൽ കയറ്റുകയില്ല, ആഭരണം സൂക്ഷിക്കാൻ അവർ സ്ഥലം തരികയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് കൊണ്ടുപോകാതിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ബിലോങ്ങിങ്സും നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. എന്നാൽ അവിടെ അവർ സ്ഥലം തരില്ല, എക്സാം ഹോളിൽ പെർമിറ്റ് ചെയ്യില്ല എന്ന് ചുരുക്കം. ഓക്കെ. ഇനി ഡ്രസ് കോഡിനെ കുറിച്ച് വീണ്ടും ഒരു പാരഗ്രാഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ഡ്രസ് അപ്രോപ്രിയറ്റ്ലി ഫോർ ദ വെതർ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, കാലാവസ്ഥയ്ക്ക് അനുകൂലമായ ഡ്രസ്സ്. ദെൻ ലാർജ് ബട്ടൺസ് ഓൺ ഡ്രസ് ആർ നോട്ട് പെർമിറ്റഡ്. വലിയ ബട്ടൺസ് പറ്റില്ല, ഷൂസ് പറ്റില്ല. ഫുട്വെയർ വിത്ത് തിക് സോൾ, വലിയ സോളുള്ള ഷൂസ് അല്ലെങ്കിൽ വലിയ സോളുള്ള ചെരുപ്പുകൾ പറ്റില്ല. ഹൈ ഹീല് പെർമിറ്റ് ചെയ്യില്ല. അതുപോലെ തൊപ്പി, ജാക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പെർമിറ്റ് ചെയ്യില്ല. ബെൽറ്റ് ഒന്നും പെർമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നോർമൽ ഒരു ഡ്രസ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി റിലീജിയസ് ഡ്രസ്സ്, മതപരമായ ഡ്രസ്സ് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യുക, നേരത്തെ ഫ്രിസ്കിങ്ങിന് എത്തുക എന്ന് മാത്രം. അത് പെർമിറ്റഡ് ആണ്, പക്ഷേ നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമിൽ കുറച്ച് നേരത്തെ ചെല്ലുക എന്ന് മാത്രം. ഇനി എന്താണ് എക്സാം ഹോളിലേക്ക് പെർമിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. യു ഷുഡ് ക്യാരി വിത്ത് യു ഓൺലി 2 ഐറ്റംസ്. രണ്ട് ഐറ്റം നിങ്ങളുടെ എക്സാം ഹോളിൽ കയറ്റൂ. ഒന്ന്, ഒറിജിനൽ ആൻഡ് ക്ലിയർ പ്രിന്റ് ഓഫ് അഡ്മിറ്റ് കാർഡ് വിത്ത് സൈൻഡ് ഡിക്ലറേഷൻ. 2, ഒറിജിനൽ ആൻഡ് വാലിഡ് ID പ്രൂഫ്. ഈ 2 സാധനം, ഒരു അഡ്മിറ്റ് കാർഡും ഒരു ID പ്രൂഫും അല്ലാതെ വേറൊരു സാധനം സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ബയോമെട്രിക് ഐറിസിൻ്റെ ക്യാപ്ചറൊക്കെ ഉണ്ടാവും. ഇനി എക്സാം ഹോളിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഓൺ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ടിംഗ് ടൈമിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് തന്നെ ചെല്ലുക. ഓക്കെ. നോ കാൻഡിഡേറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു എൻ്റർ ദ എക്സാം സെൻറ്റർ ആഫ്റ്റർ ദ എൻട്രി ക്ലോസിംഗ്. എൻട്രി ക്ലോസിംഗ് കഴിഞ്ഞാൽ ഒരാളെയും പെർമിറ്റ് ചെയ്യില്ല. റിലീജിയസ് ഡ്രസ് ഉപയോഗിക്കുന്നവരും ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുമൊക്കെ റിപ്പോർട്ടിംഗ് ടൈമിൽ കുറച്ച് നേരത്തെ ചെല്ലാൻ ശ്രദ്ധിക്കുക. ഇനി അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ഒറിജിനൽ ID പ്രൂഫ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ഒരു പ്രോഹിബിറ്റഡ് ഐറ്റവും സമ്മതിക്കില്ല. ഇതൊന്നും, അതുപോലെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി റഫ് വർക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യൂസ് ദ ബാക്ക് ഓഫ് ദ അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാം. ഇനി ആവശ്യമാണെങ്കിൽ ഒരു ഒറ്റ ഷീറ്റ് നിങ്ങൾക്ക് റഫ് വർക്കിന് തരും. പക്ഷേ ഈ റഫ് വർക്കിന് കൊടുത്ത തന്ന ഷീറ്റ് കൂടി തിരിച്ചു കൊടുക്കണം. അതായത് എന്തൊക്കെ റിട്ടേൺ ചെയ്യണം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും റിട്ടേൺ ചെയ്യണം, റഫ് ഷീറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും റിട്ടേൺ ചെയ്യണം. ഓക്കെ. ഇനി എക്സാമിൻ്റെ പാറ്റേൺ നോക്കുക. 1.5 മണിക്കൂർ, 90 മിനിറ്റാണ് എക്സാം. 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. ആ 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 90 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യണം. 30 ക്വസ്റ്റ്യൻ ഫിസിക്സിലുണ്ടാവും, 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിലുണ്ടാവും, 30 ക്വസ്റ്റ്യൻ ബയോളജി അല്ലെങ്കിൽ മാത്സ്, നിങ്ങൾ ഏതാണോ അന്ന് ചൂസ് ചെയ്തിരുന്നത് അത്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒറ്റ കറക്റ്റ് ആൻസറുള്ള, അതായത് 4 ഓപ്ഷനിൽ 1 മാത്രം കറക്റ്റായി വരുന്ന. ഇനി കറക്റ്റ് ഉത്തരത്തിന് 1 മാർക്ക് കിട്ടും. തെറ്റിപ്പോയ 1/3, 3/1 നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിലും മാർക്ക് പോവില്ല. മാർക്ക്ഡ് ഫോർ റിവ്യൂ ആണെങ്കിലും കൺസിഡർ ചെയ്യില്ല. ഈ മാർക്ക്ഡ് ഫോർ റിവ്യൂ, നിങ്ങളൊരു ആൻസർ ചെയ്തു, മാർക്ക്ഡ് ഫോർ റിവ്യൂ വെച്ചു, അത് പിന്നീട് അതിപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ വരുന്നതും നോട്ട് ആൻസർഡ് ആയിട്ടാണ് കരുതുക. നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതേ കൗണ്ട് ചെയ്യൂ, അതിന് 1 മാർക്കായിരിക്കും. തെറ്റിയ 1/3 നെഗറ്റീവും വരും. ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അഡ്മിറ്റ് കാർഡിലേക്ക് വരുന്നു. ആദ്യം തന്നെ ശ്രദ്ധിക്കുക, അഡ്മിറ്റ് കാർഡിൻ്റെ ടോപ്പിൽ ഇവിടെ ഡൊമൈൻ IP ഉണ്ടാവും.
ഇത് നിർബന്ധമായിട്ടുണ്ടാവണം. ഇവിടെ പ്രിൻ്റ് ചെയ്ത ഡേറ്റ് ഉണ്ടാവും, ഇവിടെ പ്രിൻ്റ് ചെയ്ത ടൈം ഉണ്ടാവും. ഇത് 3 നിർബന്ധമാണ്. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ താഴേക്ക് നോക്കിയാൽ, അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വാലിഡ് ഓൺലി ഇഫ് പ്രിൻറ്റഡ് വിത്ത് ഡൊമൈൻ IP, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിൻറ്റിംഗ്. ഇത് നിർബന്ധമാണ്. ഇവിടെ കുട്ടിയുടെ പേരുണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, ഏത് ID കാർഡ് ഉപയോഗിച്ചാൽ രജിസ്റ്റർ ചെയ്തെന്നുണ്ടാവും, അതിൻ്റെ നമ്പർ ഉണ്ടാവും, ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളതുകൊണ്ട്, കാൻഡിഡേറ്റിൻ്റെ ID, കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇവിടെ ഒരു ക്ലിയർ ഫോട്ടോയും ഉണ്ടാവും. ഇത് വൃത്തിക്ക് കാണുന്നത് പോലെയുള്ള പ്രിൻ്റ് വേണം എടുക്കാൻ. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജൂലൈ 4-ാം തീയതി. സെൻട്രൽ കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് ടൈം 6:30-ക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ശ്രദ്ധിച്ചാൽ മതി. എൻട്രി തുടങ്ങുന്നത് 7 മണിക്കാണ്, 8:30-ക്ക് ക്ലോസ് ചെയ്യും. അതായത് 8:30-ക്ക് ശേഷം ഒരാളെയും പെർമിറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് 6:30-ക്ക് എത്തി 7 മണിക്ക് കയറാം. 7 മണി തുടങ്ങി 8:30 വരെ നിങ്ങളെ കയറ്റും. 8:30-ക്ക് ശേഷം ഒരാളെയും കയറ്റില്ല. കാരണം 9 തുടങ്ങി 10:30 വരെ എക്സാമാണ്. അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെയും കയറ്റില്ല. ഇനി ഇവിടെ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിക്ലറേഷൻ ഇവിടെ നിങ്ങളുടെ പ്ലേസും ഡേറ്റും എഴുതി ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടണം. ഓക്കെ, ഇതാണ് സെൽഫ് ഡിക്ലറേഷൻ. ഇത് അവിടെ ചെന്നിട്ട് ഇട്ടാലും മതി, സൈൻ്റെ കാര്യമുള്ളൂ. ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ആദ്യം ഫോട്ടോയ്ക്കുള്ളൊരു സെഷൻ, പിന്നെ എക്സാം ഡീറ്റെയിൽ, പിന്നെ ഇതാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ ഓരോന്ന് വിധം, ഇത് സെപ്പറേറ്റും ഇത് സെപ്പറേറ്റും ഇതും ഒക്കെ സെപ്പറേറ്റ് വായിക്കാം. ഇത് ഓഫീസ് യൂസിനാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻസിൽ ആദ്യത്തെ. അഡ്മിറ്റ് കാർഡ് ദാറ്റ് ഹാസ് എ ക്ലിയർ പ്രിന്റ് ഓഫ് യുവർ അപ്ലോഡഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് യുവർ സിഗ്നേച്ചർ ഓൺ എബോവ് ഡിക്ലറേഷൻ, പ്രിഫറബിളി ഇൻ കളർ. നേരത്തെ പറഞ്ഞു, കളറിൽ എടുക്കുകയാണ് ബെറ്റർ. യു വിൽ നോട്ട് ബി അലൗഡ് ഫോർ എക്സാമിനേഷൻ വിതൗട്ട് അഡ്മിറ്റ് കാർഡ് ആൻഡ് വാലിഡ് ID പ്രൂഫ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നിങ്ങളെ എക്സാമിന് പെർമിറ്റ് ചെയ്യൂ. പിന്നീട് പറയുന്നത് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് പ്രൊവിഷണലി തന്നാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും. അങ്ങനെയുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ വായിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം വായിച്ചു. ഇനി ഡു നോട്ട് ക്യാരി ഇനി പ്രോഹിബിറ്റഡ് ഐറ്റം. പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ അത് സേഫ് കീപ്പിങ്ങിനുള്ള ഫെസിലിറ്റിയും തരില്ല. അതേപോലെ റിലീജിയസ് ഡ്രസ്സ് ഉപയോഗിക്കുന്നവർ കുറച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ കുറച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. അതേപോലെ അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഷീറ്റ് അഡീഷണലി തരും. ഗേറ്റ് ക്ലോസിങ്ങിന് ശേഷം ഒരാളെയും പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങി വയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തതും അഡ്മിറ്റ് കാർഡിൽ കൊടുത്തതും എല്ലാം, അതായത് എങ്ങനെ അഡ്മിറ്റ് കാർഡ് എടുക്കണം, അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽസ് എന്താണ്, എങ്ങനെയാണ് എക്സാമിൻ്റെ ഡീറ്റെയിൽ, എല്ലാ കാര്യങ്ങളും എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.